السلام عليكم. بسم الله، الحمد لله، اللهم صل على محمد وعلى آل محمد. أشهد لا إله إلا الله وأشهد أن محمد رسول الله. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. قال رسول الله صلى الله عليه وسلم: وتفترق أمتي على 73 ملة كلهم في النار إلا ملة واحدة ما أنا عليه وأصحابي. സ്നേഹാദരനീയരായ ശബ്ദം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സദസ്സിലുള്ളവരും ഇല്ലാത്തവരുമായ ആദരണീയരായ ബഹുമാനീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനയ്ക്ക് അർഹനും അത്യുത്തമമായ നാമഗുണവിശേഷണങ്ങളുടെ ഉടമസ്ഥനുമായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി വസീയത്ത് ചെയ്യുന്നു. അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ച് നരകായിൽ നിന്നും അകറ്റപ്പെട്ട് വിചാരം കൂടെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ മഹാഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹമാകട്ടെ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി വായിച്ചു പഠിക്കുക. അതിൻ്റെ തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും പഠിച്ചറിയുക. അങ്ങനെ നബിയും സഹാബത്തും ഉപയോഗിച്ച മാർഗം അത് കണ്ടെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളതാണ് നാം ഈ ഇഹലോകത്ത് വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും അത്യുത്തമമായ പ്രവർത്തനം എന്നാണ് ഒന്നാമതായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നാം റമദാൻ മാസത്തിലാണ് ഉള്ളത്. ഈ റമദാൻ മാസത്തിലാവുന്നു വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി പാരായണം ചെയ്യുക, അതോടുകൂടി തന്നെ തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും അർത്ഥത്തോട് പഠിച്ചറിയുക എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം: ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നുബുവത്തിന് ശേഷം ഏകദേശം 13 വർഷക്കാലം മക്ക ജീവിതത്തിൽ 5 വഖ്ത് നമസ്കാരം പോലും നിർബന്ധമാക്കാതെ അല്ലാഹു തആല 5 വഖ്ത് നമസ്കാരം നിർബന്ധമാക്കുന്നത് ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ 13ാമത്തെ വർഷമാണ്. അതിനുശേഷമാണ് ഹിജറ ഉണ്ടാകുന്നത്. അതിന് പ്രാധാന്യം മനസ്സിലാക്കുക. ഒന്നാമതായി നമുക്ക് നിർബന്ധമാക്കിയത്
5 വക്ത് നമസ്കാരമാണ്. ശേഷമാണ് മറ്റുള്ള ഫർള അമലുകളൊക്കെ തന്നെ. അള്ളാഹു ഘട്ടം ഘട്ടമായി അവസാനം ഹജ്ജും നിർബന്ധമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ 13 വർഷക്കാലം ഏകദേശം 84 സൂറത്തുകൾ, ഖുർആനിലെ 84 സൂറത്തുകൾ മക്കയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതിക്കേൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഷയിലാണല്ലോ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടുള്ളത്. മക്കക്കാർക്ക് അതിൻ്റെ ആശയം മനസ്സിലാകുമായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് വിശദീകരണം അവർക്ക് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നീ ഊതീതുൽ ഖുർആന വമിസ്ലുഹു മഅഹു, എനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്, അത്ര വേറെയും അവതരിപ്പിച്ചിട്ട്. അതെന്താവുന്നു? അതിന് തഫ്സീറാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല പറയുകയുണ്ടായി, പിന്നെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി മുഖേന അറിയിച്ചു കൊടുത്തു. എന്താണത്? ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറുൽ ഹദീ ഹദീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വർത്തമാനങ്ങളിൽ വെച്ചിട്ട്, സന്ദേശങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമമായത് അള്ളാഹുവിൻ്റെ വർത്തമാനമാകുന്നു, സന്ദേശമാകുന്നു. ചര്യകളിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമമായത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന എങ്ങനെയാണോ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുവാൻ പഠിപ്പിച്ചു കൊടുത്തു, ആ കർമ്മങ്ങൾ അതാവുന്നു ചര്യകളിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമമായ ചര്യ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചര്യകൾ എന്ത് ചെയ്തു? വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ആ ചര്യകൾ നബി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാപ്തമാക്കേണ്ടത് എന്ന് സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നബിയും സഹാബത്ത് ചോദിച്ച മാർഗം അതാണ് മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതോ ഒരു മാർഗത്തിലും ആ മാർഗം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി പിഴച്ചു പോകാതിരിക്കുവാൻ വേണ്ടി നമുക്ക് നൽകുന്ന നിർദ്ദേശം. പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും. ആ ഹദീസാണ് ഞാൻ തൊട്ട് മുമ്പ് നിങ്ങൾ കേൾപ്പിച്ചത്. വതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല, എൻ്റെ സമൂഹം, മില്ലത്ത്, അതായത് നമസ്കരിക്കുന്നവർ, നോമ്പുക്കുന്നവർ, ഹജ്ജ് ചെയ്യുന്നവർ, ഖുർആൻ പാരായണം നടത്തുന്നവർ, അതൊക്കെ ഉള്ള അൻസുള്ള സമൂഹം 73 ഭിന്നിക്കുക തന്നെ ചെയ്യും. കുല്ലുഹും ഫിന്നാർ, ഗൗരവം മനസ്സിലാക്കാം, അവർ മുഴുവനും നരകത്തിലാവുന്നു. ഇല്ല മില്ലത്തുൽ വാഹിദ, ഒരു മില്ലത്ത്, ഒരു വിഭാഗം ഒഴികെ. ആ വിഭാഗം ഏതാകുന്നു? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതോ ഒരു മാർഗത്തിലാണോ ആ മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഏകോപിച്ച മാർഗം. അതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്, അതാണ് സെൽഫി മൻഹജ്. മുജാഹിദീങ്ങൾ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തു, ഐക്യസംഘം. 921 എല്ലാ പണ്ഡിതന്മാരും ഉൾപ്പെടുത്തിയായിരുന്നു ആ സംഘടന ഉണ്ടാക്കിയത്. 924 ആ സംഘടനയിൽ നിന്നും ഒരു പണ്ഡിത സംഘടന രജിസ്റ്റർ ചെയ്തു, കേരള ജംഇയ്യത്തുൽ ഉലമ. ആ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രമേയം ഇതായിരുന്നു, അഹ്ലു സുന്നത്ത് ജമാഅത്ത് മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലോ ആ മാർഗം. ആ മാർഗമാണ് നമുക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടേച്ചു പോയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ, അതേപോലെ തന്നെ അതിന് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് ഈ ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് പരിശുദ്ധ ഖുർആനും അതിൻ്റെ തഫ്സീറുകളും എല്ലാം അല്ലാഹുവിൻ്റെ വഹികളാണല്ലോ. വഇന്നാ ലഹു ലഹാഫിളൂൻ,
നാം എന്ത് ചെയ്യുന്നു? അതിന് കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഇവിടെ നടപ്പിലാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നേർവഴിയിലേക്ക് വരുവാനായി അള്ളാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകിയ സന്ദേശങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പഴയതുപോലെയല്ല ഈ കാലഘട്ടം. വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞതാണോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതാണോ എന്ന തഫ്സീറുകളെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തമായി വ്യാഖ്യാനിക്കുക, തഫ്സീറുകൾ പറയുക, ഖുർആൻ ഓതുക. അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ തഫ്സീറുകൾ പറയുക. അങ്ങനെ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് നാം ഉള്ളത്. അത് ഓർക്കുക. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് തന്നെ അർത്ഥത്തോടു വായിച്ച് പഠിക്കുക, അതിൻ്റെ തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇവിടെ ഹദീസും പഠിച്ചറിയുക എന്നുള്ളത് വളരെ അനിവാര്യമാകുന്നു, അത്യാവശ്യമാകുന്നു, ഫറളാകുന്നു. അതിന് പറ്റിയ ഒരു ഗ്രന്ഥമാകുന്നു അമാനി മൗലവിയുടെ തഫ്സീർ. അത് കേരള ജംഅത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനും ഹദീസും അർത്ഥത്തോടു കൂടി അതിൽ വ്യാഖ്യാനങ്ങൾ കൊണ്ട് സ്വന്തമായ വ്യാഖ്യാനങ്ങൾ അഥവാ അല്ലത് ഉണ്ടെങ്കിൽ അവസാനം അല്ലാഹു ആലം എന്ന് എഴുതിക്കൊണ്ട് വളരെ ഭംഗിയായി പദാപദങ്ങളോടുകൂടി പ്രസിദ്ധീകരിച്ചിട്ടുള്ള തഫ്സീറാവുന്നു. അതുകൊണ്ട് നമ്മൾ ആ തഫ്സീർ ഒന്ന് വാങ്ങിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ്റെ പഠനം തുടങ്ങണം. നമ്മുടെ സ്വന്തക്കാർ, ബന്ധുക്കാർ, ആളുകൾക്ക് ആ കാര്യം നമ്മൾ അറിയിച്ചു കൊടുക്കണം. അത് വളരെ എളുപ്പമാകുന്നു. അത് പ്രയാസകരമാണ് എന്ന് നമുക്ക് കരുതിയാൽ നമുക്ക് പ്രയാസമായിരിക്കും. പക്ഷേ അത് എളുപ്പമാകുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കുറച്ചൊക്കെ അറബി ഭാഷയുമായി ചെറിയൊരു പരിചയം മുസ്ലിമുകളാണല്ലോ നമുക്കുണ്ട്. ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമുക്ക് വികസിപ്പിച്ചെടുക്കുവാൻ സാധിക്കും നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇല്ല എങ്കിൽ യഥാർത്ഥ മാർഗത്തിൽ നിന്നും നാം തെറ്റിപ്പോവും. നമ്മളെ ലക്ഷ്യം സ്വർഗമാണ്. മുസ്ലിങ്ങൾ എല്ലാ കക്ഷികളും ലക്ഷ്യം സ്വർഗമാണ്. പക്ഷേ മാർഗം വ്യത്യസ്തമാണ്. അങ്ങനെ ആയിക്കൂടാ. ഒരേ ലക്ഷ്യം ഒരേ മാർഗമായിരിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി വിട്ടേച്ച് പോയിട്ടുള്ളത്. തറക്കു ഫീക്കും അംറൈൻ ലൻ തല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ച് പോകുന്നു. അത് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ബലമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിച്ചു പോയില്ല. അത് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും അത് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യവുമാകുന്നു, സുന്നത്തുമാകുന്നു. അത് പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു കിടക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. എന്തെങ്കിലും സംശയാസ്പദമായ ഒരു കാര്യം വന്നാൽ അത് പിന്നാലെ പോകും ചെയ്യാൻ പാടില്ല, നിർത്തിവെക്കണം. തെളിയുടെ അടിസ്ഥാനത്തിൽ തെളിയുന്നതുവരെ, മനസ്സാകുന്ന വ്യക്തമാകുന്നവരെ അല്ലാഹു തആല നമ്മുടെ ദീൻ
നമുക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബിയെ വരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും സഹാബി അത് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഒരു താബി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ പണ്ഡിതൻ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്താൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻബലം അതിനുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഷഹാദത്ത് നമ്മൾ ഉറച്ചേക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കനായി മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും മനസ്സ വാച കർമ്മണ സ്വീകരിച്ചവരാണ്, പ്രതിജ്ഞ ചെയ്തവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയാണോ എന്ന് പരിശോധിച്ച് അറിയേണ്ടത് ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്, ഫറളാണ്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമ. ഇൽമ് പഠിക്കുക, അതായത് പരിശുദ്ധ ഖുർആനും പഠിക്കുക, ഇതല്ലാത്ത മറ്റൊരു ഇൽമില്ല. അത് പഠിക്കുക എന്നുള്ളത് ഓരോ ആണ് പെണ്ണിൻ്റെയും പേരിൽ നിർബന്ധമാകുന്നു. അല്ലാഹു തആല ആദ്യമായി അവതരിപ്പിച്ചത് സൂറത്ത് പരിശോധിക്കാം. ഇഖ്റ, വായിച്ച് പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാകുന്നു. നാളെ പരലോകത്ത് പരലോകം എന്ന് ഉദ്ദേശിക്കുന്നത് മരണത്തോടുകൂടി പരലോക ജീവിതമായല്ലോ. ഈ ലോകത്ത് എല്ലാ ബന്ധങ്ങളും അറ്റുപോയി. ഖബർ ജീവിതം മുതലാണല്ലോ പരലോക ജീവിതം തുടങ്ങുന്നത്. ഒന്നാമതായിട്ട് ഖബറിൽ വെച്ചിട്ട് അല്ലാഹു തആല നമുക്ക് ജീവൻ നൽകിക്കൊണ്ട് മലക്കുകളെ വിടുന്നുണ്ട്. ചില ചോദ്യങ്ങൾക്ക് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവാകും, സ്വർഗ്ഗകവാടം തുറന്നു വെക്കും. പിന്നീട് പരലോകത്തെ വിചാരണക്കായി ഹാജരാക്കപ്പെടും. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാത്രി ഒരു ദിവസം കിടന്നുറങ്ങി എഴുന്നേറ്റ പോലെ തോന്നലുണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് താൽക്കാലികമായ ജീവൻ തരികയും രണ്ട് മലക്കുകൾ വരികയും ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. അതിൽപ്പെട്ട സുപ്രധാനമായ ഒരു ചോദ്യമാണ് മാ ഇൽമുക, നിന്റെ ഇൽമ് എന്തായിരുന്നു, ജ്ഞാനം എന്തായിരുന്നു. ആ സന്ദർഭത്തിൽ നമ്മൾ പറയണം, ഖറഅ്തു കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു പഠിച്ചു, വിശുദ്ധ ഖുർആൻ വായിച്ചു പഠിച്ചു. ആമൻതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചു. ഞാനത് വിശ്വസിച്ചു എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥത്തോടു കൂടി നമ്മൾ വായിച്ചു പഠിക്കണം. അറബികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല, അവരുടെ ഭാഷയിലാണ്. അവരുടെ ഭാഷയിൽ അല്ലാത്ത ലോകത്തുള്ള എല്ലാവർക്കും അന്ന് അർത്ഥത്തോട് വായിച്ചു പഠിക്കൽ നിർബന്ധമാകുന്നു. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആമൻതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചു എന്നുള്ള മറുപടി അവിടെ പറയാൻ സാധിക്കുകയുള്ളൂ. ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, മരിക്കുന്നതിന് മുമ്പ് ഓർക്കണം. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഖുർആൻ്റെ അർത്ഥം വായിച്ച് പഠിക്കണം. ഒന്നാമതായി പഠിക്കേണ്ടത് ഫാത്തിഹയുടെ അർത്ഥമാണ്. പിന്നീട് നമസ്കാരത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന ചെറു സൂറത്തുകളുടെ അർത്ഥമാണ്. അതേപോലെ തന്നെ നമ്മളെ ദിക്ർ ദുആകളുടെ അർത്ഥങ്ങളൊക്കെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥനകളുടെ അർത്ഥം പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഒരു ജീവൻ ഉണ്ടാവുള്ളൂ. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, ഇബാദത്തുകൾക്ക് എന്താണ് നാം അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഈ എന്താവണം, ആ അർത്ഥത്തോട് വായിച്ചു പഠിക്കണം. ഖബറിൽ നിന്നും ചോദ്യം ചോദിച്ചു, മാ ഇൽമുക, നിന്റെ ഇൽമ് എന്താവുന്നു. ഖറഅ്തു കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ചു പഠിച്ചു. ആമൻതു ബിഹി, ഞാൻ വിശ്വസിച്ചു. വസദ്ദഖതു ബിഹി, രണ്ടാമത്തെ അതിനെ സത്യപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതം ചിട്ടപ്പെടുത്തി സഹാബിമാർക്ക് പഠിപ്പിച്ചെന്നുള്ളത്, ആ ജീവിതം മാ അന അലൈഹി വസ്ഹബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗമാണല്ലോ നേർമാർഗത്തിൻ്റെ ആൾക്കാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നബി സഹാബത്തിന് നയിച്ച മാർഗം അതാണ്. സ്വദ്ദഖ ബിഹി, ഞാൻ സത്യമാക്കി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയായിരിക്കണം ജീവിതത്തിൽ നാം പ്രാപ്തമാക്കേണ്ടത്. അങ്ങനെ നമ്മൾ പറയുമ്പോഴാണ് സ്വർഗ്ഗ കവാടം നമുക്ക് തുറന്നു വെച്ച് തരുന്നത്. ആ മഹാഭാഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് പഠിക്കുക, അത് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും പഠിച്ചറിയുക. അങ്ങനെ നബി സഹാബത്തെ മാർഗം ജീവിതത്തിൽ പ്രാപ്തമാക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റി ജീവിക്കുന്ന അത്തിബുകളായി ജീവിക്കുവാൻ അത് അക്കാര്യം മരണത്തിന് മുമ്പ് ജീവിതത്തിൽ വാർത്തു പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് മാറട്ടെ. ഇൻഷാ അല്ലാഹ് ഈ റംസാൻ മുതൽ ശ്രമം നമ്മൾ തുടങ്ങിയാൽ അല്ലാഹു ഹിദായത്ത് ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കും. അല്ലാഹു ഹിദായത്ത് ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ നിവൃത്തിയുമില്ലല്ലോ. അല്ലാഹു ഹിദായത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. റബ്ബേ ഗഫ്റിലി വഹ്ദിനി, റബ്ബേ ഗഫ്റിലി വഹ്ദിനി, റബ്ബേ എനിക്ക് നീ പൂർത്തിയാക്കണമേ, വഹ്ദിനി എന്നെ സന്മാർഗത്തിലാക്കണമേ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ മാർഗദർശനം നൽകണമേ, വഴി കാണിച്ചു തരണമേ പോലുള്ള പ്രാർത്ഥനകളൊക്കെ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ഓരോ ദിക്ർ അല്ലാഹു അക്ബർ, അല്ലാഹുവിനെ ഓർക്കുക. ഓർത്തുകൊണ്ട് ദിക്ർ ദുആകൾ അർത്ഥം കൊണ്ട് പറയുക എന്നുള്ളത് വലിയ കാര്യമാകുന്നു. സ്വർണം വെള്ളിയൊക്കെ ദാനം ചെയ്യുന്നതിനേക്കാളും വമ്പിച്ച പുണ്യകരമായ കാര്യമാകുന്നു എന്നുകൂടി ഓർക്കുക. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആൻ അർത്ഥമില്ലാതെ അർത്ഥം അറിയാതെ നമ്മൾ ഓതുന്നതിനേക്കാളും ഹത്തമ് തീർക്കുന്നതിനേക്കാളും നല്ലത് ഓരോരോ ആയത്തുകൾ അർത്ഥസഹിതം പഠിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഊന്നൽ നൽകിക്കൊണ്ട് ഇത്രയും ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതോടുകൂടി എൻ്റെ തഫ്സീറുകളും നമ്മുടെ ദുആകളും ഒക്കെ തന്നെ അർത്ഥത്തോട് വായിച്ച് പഠിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് മാറട്ടെ. പെട്ടെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഒരായത്ത് ഞാൻ ഓതി വെച്ചിട്ട് എൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് സൂറത്ത് അഹ്സാബിൽ നിന്നാണ് ഞാൻ ആയത്ത് ഓതി കേൾപ്പിച്ചത്. സൂറത്ത് അഹ്സാബ് 56-ാമത്തെ വചനം. സുപ്രധാനമായ ഒരു അടിസ്ഥാന പ്രമാണമാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിക്കും ഒരു സത്യവിശ്വാസിനിക്കും പാടുള്ളതല്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹും അല്ലാഹു റസൂലും ഒരു അംറ്, ഒരു കാര്യം, ദീനിയായ ഒരു വിഷയം, ഇത് അപ്രകാരമാണ് ഇപ്രകാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന നമുക്ക് എന്ത് ചെയ്യുന്നു? വിധിച്ചു തരുന്നു, ഇത് നടപ്പിലാക്കി തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധി നടപ്പിലാക്കി നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ അല്ലാഹും അല്ലാഹു റസൂലും ഒരു കാര്യം വിധിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നുള്ളത് നമ്മളെ കടമയാവുന്നു. അല്ലാഹും അല്ലാഹു റസൂലും ഏകോപിച്ചായിരിക്കും അക്കാര്യം നമ്മളോട് വിധിക്കുന്നത്. ഫർളായതുണ്ടായേക്കാം, സുന്നത്തായതുണ്ടായേക്കാം. അപ്പോൾ ഫർളായ കാര്യം നിർബന്ധമായും നമ്മൾ നീ സ്വീകരിക്കേണ്ടതുണ്ട്. ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായി ഉപേക്ഷിക്കേണ്ടതുണ്ട്. സുന്നത്തായ കാര്യങ്ങൾ കഴിയുന്നത്ര ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അല്ലാഹുവിനെ അല്ലാഹു റസൂലിനെ എങ്ങനെ അനുസരിക്കുക? വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു, അത്തിയോ അല്ലാഹ് അത്തിയോ റസൂൽ, അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക. ശേഷം മറ്റൊരു ഇടത്ത് പറഞ്ഞ വിശദീകരണമായി കൊണ്ട് ഉമ്മയിൽ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, വല്ലവനും അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചു. അപ്പം റസൂലിനെ അനുസരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ചു. അതാണ് നമ്മൾ ഇത്തരം വചനങ്ങളിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായി മനസ്സിലാക്കേണ്ടത്. അപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വചനങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ മാത്രം നമ്മൾ അർത്ഥത്തോട് വായിച്ച് പഠിച്ച് അതനുസരിച്ച് നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന പോലെ കർമ്മങ്ങൾ ചെയ്താൽ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തുകയില്ല.
അപ്പോൾ അള്ളാഹു അല്ലാഹു റസൂലോ പഠിപ്പിച്ചു തന്ന തഫ്സീർ ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്, പറയേണ്ടത്. അല്ലാത്ത തഫ്സീറുകളൊന്നും തന്നെ പറഞ്ഞുകൂടാ. ധാരാളം തഫ്സീറുകൾ ഇവിടെ ഉണ്ട്. ആ തഫ്സീറുകളൊന്നും എന്തല്ല, അള്ളാഹും അല്ലാഹു റസൂലും പഠിപ്പിച്ചു പോലെയല്ല. വ്യത്യാസങ്ങളുണ്ട്. അവനവനായ സ്വന്തമായ അഭിപ്രായങ്ങൾ അദ്ദേഹം ആ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു, ഈ പണ്ഡിതൻ എങ്ങനെ പറഞ്ഞു, ആ സാഹിബി അങ്ങനെ പറഞ്ഞു, ഈ സാഹിബി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടോ. മുർഹദീസുകൾ പോലും സ്വഹീഹാണെങ്കിൽ അതിന് സനദ് പരിശോധിച്ചാണ് സ്വീകരിക്കുന്നത്. ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ഹദീസ് ആരോ റിപ്പോർട്ട് ചെയ്യുന്നത്, അതുവരെയുള്ള സഹാബിവര്യന്മാർ അല്ലെങ്കിൽ താബിഈങ്ങൾ പോലെയുള്ള മഹാന്മാരുടെ സനദ്, അത് അതേപോലെ തന്നെ അവരെ ആ പറഞ്ഞ ആ സഹാബിയാണോ താബിയാണോ താബിയാണോ പരിശോധിച്ച് അവരുടെ അവസ്ഥകൾ എങ്ങനെയായിരുന്നു, സത്യം പറയുന്നവരാണോ എന്നൊക്കെ ബുദ്ധിയുള്ളവരായിരുന്നോ എന്നൊക്കെ പരിശോധിച്ചിട്ടാണ് അത് സ്വീകരിക്കുന്നത്. എങ്കിൽ ഇതൊന്നും കൂടാതെ വെറും അറബിയിൽ എഴുതി വെച്ചാൽ തഫ്സീറാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കിതാബാണെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ സ്വീകരിക്കുക? വിശ്വാസം ഹദീസുകൾ പോലും സഹിയായതുണ്ട്, അല്ലാത്തതുണ്ട്, ലൈഫായതുണ്ട്, തള്ളപ്പെടേണ്ടതുണ്ട്, സ്വീകരിക്കേണ്ടതുണ്ട്. 600 ചില്ലാനം ഹദീസുകൾ ആണ്, അല്ലെങ്കിൽ 1,00,000-ഓളം ഹദീസുകൾ ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി ശേഖരിച്ചിട്ട് അതിൽ നിന്നും കുറ്റമറ്റുകൊണ്ട് ഏകദേശം 600 ചില്ലാനം ഹദീസുകളാണ് സഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തത്. ബാക്കി മുഴുവനും മാറ്റി നിർത്തിയിരിക്കുകയാണ് സംശയാസ്പദമായിക്കൊണ്ട്. മനസ്സിലാക്കുക, 1,00,000-ഓളം ഹദീസുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് സഹീഹ് ബുഖാരിയിലുള്ളത്. ആ സഹീഹ് ബുഖാരി പോലും അങ്ങനെയാണെങ്കിൽ പിന്നീട് അറബിയിൽ എഴുതി വെച്ചാൽ തഫ്സീർ എന്ന് പറഞ്ഞാൽ ആ സാഹിബി അങ്ങനെ പറഞ്ഞു, ഈ സാഹിബി ഇങ്ങനെ പറഞ്ഞു, അതല്ലെങ്കിൽ ആ കിതാബിൽ അങ്ങനെ പറഞ്ഞു, ആ മഹാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ നമ്മളിങ്ങനെ സ്വീകരിക്കുക? ഒരു ഗൗരവം മനസ്സിലാക്കുക. അതുകൊണ്ട് ഉറപ്പായ ഒരു വിവരമായിരിക്കണം നാം സ്വീകരിക്കേണ്ടത്. അതാണ് പറഞ്ഞത് അല്ലാഹുമ്മ റസൂലും പഠിപ്പിച്ച തഫ്സീർ സ്വഹീഹ് ഹദീസ്. ആ സ്വഹീഹ് ഹദീസ് ഉൾക്കൊണ്ടുള്ള തഫ്സീർ, അതിന് പറ്റിയൊരു ഗ്രന്ഥമാവുന്നു അമാനുമിൽ തഫ്സീർ. അതുകൊണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ല പണ്ഡിതന്മാരെ അഭിപ്രായം എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു ആലം എന്തിട്ടുണ്ടാവും, അടിയിൽ എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് അത് സൂക്ഷിക്കുക. അള്ളാഹ് പറഞ്ഞാൽ അള്ളാഹ് റസൂൽ പറഞ്ഞാൽ സ്വഹിയാണ്, അത് സ്വീകരിക്കുക. അതായിരിക്കണം നാം സ്വീകരിക്കേണ്ടത്. അതാണ് നിർമ്മാർഗത്തിലുള്ള പാത എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ അള്ളാഹു റസൂലോ ഒരു കാര്യത്തിൽ ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യവിശ്വാസിനിക്കോ ഒരു ഖിയറത്ത്, ഒരു തിരഞ്ഞെടുപ്പ് സ്വതന്ത്രമായി അത് സ്വീകരിക്കണോ വേണ്ടേ? ഇനി എന്താണ് മറ്റൊരു അഭിപ്രായം, അല്ലെങ്കിൽ സ്വന്തമായ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ്റെ അഭിപ്രായം എന്ത് സ്വീകരിച്ചുകൂടാ? അല്ലാഹു റസൂൽ കാര്യത്തിൽ ഒരു തീരുമാനം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വ്യക്തമായ വിധി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് സ്വീകരിച്ചോളണം. സ്വന്തമായ തിരഞ്ഞെടുപ്പ് നടത്തിക്കൂടാ എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ ഊന്നൽ നൽകിക്കൊണ്ട് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് നമ്മൾ സ്വീകരിക്കണം. അതല്ല ഹദീസുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ ആധുനിക പണ്ഡിതന്മാരെ പോലെ പിന്നാലെ പോയാൽ, മറ്റു മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ ഖുർആൻ ആയത്ത് ഓതുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപം തേടുവാൻ ഖുർആൻ ആയത്ത് ഓതുക, എന്നിട്ട് അതേപോലെ തന്നെ പല കാര്യങ്ങളും ഓരോന്ന് എണ്ണി പറയുന്നില്ല. പല പണ്ഡിതന്മാരും എന്ത് ചെയ്യുന്നു? ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ദുർവ്യാഖ്യാനങ്ങളാണ്. അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ, വൈബിയ നിലക്കുള്ള സഹായപ്രവർത്തനങ്ങളൊക്കെ തന്നെ അള്ളാഹുവിനോട് ചോദിക്കുവാനാണ് ഖുർആനും ഹദീസും ആവർത്തിച്ച് പറയുന്നത്. അതാണ് തൗഹീദ്. അള്ളാഹുവിനോട് അത്ര വലിയ മഹാന്മാരായാലും ശരി, മലക്കുകളായാലും ശരി, ജിന്നുകളായാലും ശരി, അതിന് ആ ഒരു പേരുണ്ടാക്കി വെച്ച് ബിംബങ്ങളായാലും ശരി, എല്ലാം സൃഷ്ടികളാണ്. സൃഷ്ടികളോട് വൈബിയ നിലക്കുള്ള മറിഞ്ഞ സഹായപ്രവർത്തനം ഉണ്ടാവുന്നു.
അത് ശിർക്ക് വരും. കാരണം ആരാധന അള്ളാഹുവിന് അർപ്പിക്കുക, അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. തൗഹീദ് ദുആ ഇബാദ, ദുആ അത് ആരാധനയാവുന്നു. ആരാധനക്കാരൻ അള്ളാഹു ആവുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കാരനായി മറ്റാരുമില്ല. അതുകൊണ്ട് ആരാധന മുഴുവൻ അള്ളാഹു സമർപ്പിക്കുക, അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. അപ്പം അത് അള്ളാഹു ഒഴിയുള്ളവർക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ ദുആകൾ, പ്രാർത്ഥനകൾ, പാപവും തേട്ടങ്ങൾ ഒക്കെ തന്നെ അള്ളാഹു ഒഴിയുള്ളവർക്ക്, അള്ളാഹു മലക്കുകൾക്കോ പ്രവാചകന്മാർക്കോ അതേപോലെ തന്നെ ജീവനുള്ളവർക്കോ മരിച്ചവർക്കോ ജിന്നുകൾക്കോ അല്ലെങ്കിൽ ബിംബങ്ങൾക്കോ വൃക്ഷങ്ങൾക്കോ സൂര്യനോ ചന്ദ്രനോ മറ്റുള്ള ഏത് സൃഷ്ടി, എല്ലാം അള്ളാഹു സൃഷ്ടികളാണല്ലോ. അള്ളാഹു ആർക്ക് അർപ്പിച്ചു കഴിഞ്ഞാലും ആരാധന അവർക്ക് അർപ്പിക്കുന്ന തുല്യമാകും. ആരാധന അള്ളാഹുള്ളവർക്ക് അർപ്പിച്ചാൽ അത് ശിർക്ക് വരും. ശിർക്കോടുകൂടി മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പം ആരാധനകൾ മുഴുവനും അള്ളാഹുവിന് അർപ്പിക്കുക, അതാണ് തൗഹീദ്. തൗഹീദോടുകൂടി മരിച്ചെങ്കിൽ മാത്രമേ അള്ളാഹു സ്വർഗം നമുക്ക് നൽകുകയുള്ളൂ. അങ്ങനെ തൗഹീദോട് മരിച്ചവർ പോലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾക്ക് വേണ്ടി നരകത്തിൽ ഇട്ടേക്കും. അങ്ങനെ നരകത്തിൽ നിന്നും അള്ളാഹു തആല എന്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശുപാർശ ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറ്റുവാനുള്ള അധികാരം നൽകും. അത് തൗഹീദോട് മരിച്ചിട്ടുണ്ടെങ്കിൽ മഹാപാപികളായ ആളുകൾ. അള്ളാഹു തആല എന്ത് ചെയ്യുന്നു, അവരോട് പാപവും തേടിയാൽ പുറത്തു കൊടുക്കുകയും ചെയ്യും. അള്ളാഹ് അല്ലാതെ പാപം ഓർക്കുകയില്ല. ഖുർആൻ ആവർത്തി പറഞ്ഞതാണ്. അള്ളാഹു അല്ലാതെ ആരാ പാപം ഓർക്കുക? മറുപടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ലാ യഗ്ഫിറു ഇല്ലാ അൻത, നിശ്ചയമായും നീ അല്ലാ പാപം ഓർക്കുകയില്ല. ഇക്കാര്യം വ്യക്തമായി ഖുർആനും ഹദീസും പറഞ്ഞിട്ട് പോലും നമ്മുടെ 27ാം അന്ന് അല്ലെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിൽ സ്വലാത്ത് നഗരിൽ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ആ സമയങ്ങളെ നടപ്പിച്ചുകൊണ്ട് നമ്മളെ സഹോദരന്മാരെ അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ട് ആ മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കുകയും അതേപോലെ വഫാത്തായ പ്രവാചകന്മാരോട് പാപമോചനം തേടുവാനായി തങ്ങളെ നബിയെ, ഞങ്ങളിത് വന്നിക്കുന്നു പാപികളാണ്, പൂർത്തിയാണമേ എന്ന് എന്ത് ചെയ്യുന്നു, മഹാന്മാരായ ആള് തങ്ങന്മാരും സിയാക്കന്മാരും നേതൃത്വം നൽകുന്ന സമ്മേളനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള അനൗൺസ്മെൻറ്റിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപകടകരമാണ്. നമ്മൾ പോയിക്കൂടാ, അത്തരം സദസ്സുകളിൽ പങ്കെടുത്തുകൂടാ. കാരണം ഈമാൻ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ സൂക്ഷിക്കേണ്ടത്, നമ്മൾ ആരെയും മരണപ്പെട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ യാനഫ്സി എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. പ്രവാചകന്മാർ പോലും അങ്ങനെ തന്നെ. ആർക്കും ആരെയും ലോകത്തെന്തല്ല രക്ഷപ്പെടുവാൻ സാധ്യമല്ല. പ്രവാചകന്മാർ പോലും എന്തല്ല, അവർ സ്വന്തക്കാരെ ബന്ധുക്കാരെ നരകത്തിൽ നിന്ന് ഇടണ്ട, സ്വർഗത്തിൽ ആക്കാൻ അവർക്ക് യാതൊരു അനുവാദം അവിടെ ഇല്ല. വിചാരണ എന്താണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത്, ആ വിചാരണ ശേഷം തൗഹീദോട് മരിച്ചാൽ ആളുകളാണെങ്കിൽ നരകത്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ അള്ളാഹു തആല ഇഷ്ടപ്പെട്ടവർക്കൊക്കെ അനുവാദം നൽകും. അല്ലാത്തവരൊക്കെ അവിടെ എന്തല്ല, ആർക്കും ആരെയും രക്ഷപ്പെടാൻ സാധ്യമല്ല. ബാപ്പ മക്കള് ബന്ധം അവിടില്ല. മക്കൾ ഉമ്മാനെ നരകത്തിട്ടാലും വേണ്ടില്ല, എനിക്ക് സ്വർഗം നൽകണമേ. ഭർത്താവിനെ നരകത്തിട്ടാലും വേണ്ടില്ല, എനിക്ക് സ്വർഗം നൽകണേ എന്ന് പറയുന്ന ഒരു രംഗമാണ് അവിടെ ഉള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ-സായിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യം ഓർത്തുകൊണ്ട് അവനവൻ്റെ കാര്യം ഇഹലോകത്ത് വെച്ചിട്ട് തന്നെ ഓരോരുത്തരും നന്നാക്കി കൊണ്ടുപോവുക. അതിനുവേണ്ട പരിശ്രമങ്ങൾ നമ്മൾ ചെയ്യുക. ബാക്കിയുള്ള ആയത്തിൻ്റെ ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഒമൻ യഅ്സില്ലാഹു വറസൂലഹു, ആര് വല്ലവനും അള്ളാഹുവിൻ്റെ റസൂലും എതിർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഫഖദ് ളല്ല ളലാലൻ മുബീനാ, നിശ്ചയമായും അവൻ വ്യക്തമായ പ്രത്യക്ഷമായ വഴിയിച്ചു പോയി എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അപ്പോൾ അള്ളീം അള്ളാഹു റസൂലും എന്താ കൽപ്പിച്ചത്, അത് ജീവിതത്തിൽ പാഠ്യമാക്കുക. വിശുദ്ധ ഖുർആൻ പഠിച്ചറിയുക, അത് വായിച്ച് പഠിക്കുക, അതിന് തഫ്സീറും വായിച്ച് പഠിക്കുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ തഫ്സീർ മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആൻ തഫ്സീർ മാത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ സൂക്ഷിക്കുക. അവരോട് ചോദിക്കുക, നിങ്ങൾ പറഞ്ഞ പോലെ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റു മക്കളോട് പ്രാർത്ഥിക്കുവാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, നബി സാഹിബ് മാർഗങ്ങളിൽ അങ്ങനെ ഉണ്ടോ, അള്ളാഹു വഴിയുള്ളവർ പ്രാർത്ഥിച്ചതായി വല്ല പ്രാർത്ഥനകളും നിങ്ങൾക്ക് തെളിയിക്കാമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനെ പഠിപ്പിച്ചിട്ടുണ്ടോ, സാഹിബ് വരെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഒരിക്കലും ഉണ്ട് എന്ന് പറയുവാൻ അവർക്ക് സാധിക്കുകയില്ല. ഒരൊറ്റ പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കുവാനും
എന്ത് ചെയ്തിട്ടില്ല? അതിന് ശേഷം ഓരോ പാപവും നേടാനോ അവരോട് സഹായം ചോദിക്കാനോ ശുഹദാക്കന്മാരോട് സഹായം ചോദിക്കാനോ അവരോട് പ്രാർത്ഥിക്കാനോ അള്ളാഹും പഠിപ്പിച്ചില്ല, റസൂലും പഠിപ്പിച്ചില്ല. ഇതൊക്കെ ജനങ്ങൾ പിന്നീട് ഉണ്ടാക്കിയതാണ്. അതാണ് ഷർറുൽ മതകാലം ഷറായ കാര്യങ്ങൾ, മുഹദാസുവ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യങ്ങൾ. വകുല്ല മുഹാദസത്തിൻ എല്ലാ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയും എന്താവുന്നു? ബിദ്അത്താവുന്നു. ബിദ്അത്താണ് ഇസ്ലാമില്ലാത്ത കാര്യം. ഇസ്ലാമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഷറിലെത്തിപ്പെടുന്നത്, ഷിർക്കിലെത്തിപ്പെടുന്നത്. അതുകൊണ്ട് മുളയിൽ തന്നെ നുള്ളുക. ഷറായ കാര്യങ്ങൾ അള്ളയും റസൂലും പഠിപ്പിക്കാത്തൊരു കാര്യങ്ങളും എന്ത് ചെയ്യേണ്ട, നമ്മൾ പ്രവർത്തിക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മൾ സ്വന്തക്കാർ ബന്ധക്കാർ ആളുകളെ ആത്മാർത്ഥമായി കാര്യം പറഞ്ഞറിയിച്ചുകൊണ്ട് അത്തരത്തിൽ അപകടത്തിൽ പെട്ടുപോകാതെ സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അള്ളാഹു തൗഫീഖ് മാറട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم. أنت المستعان ولك البلاغ، لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, പ്രയാസങ്ങൾ ഞെരുക്കളും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ വീടുകളിലുള്ളവർക്കുണ്ട്, ഞങ്ങൾ കൂടുതൽ ആശുപത്രികളിലുള്ളവരുണ്ട്, യാത്ര പോയവരുണ്ട്, തിരിച്ചു വരേണ്ടതുണ്ട്, തിരിച്ചു പോകേണ്ടവരുണ്ട്. ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞെരുക്കളൊക്കെ തന്നെ വ്യത്യസ്തമാണ്. അതൊക്കെ അറിയുന്നവനാണ് നീ. പഠിച്ച തമ്പുരാനെ, എല്ലാ പ്രയാസങ്ങളും ഞെരുക്കളും ഞങ്ങൾക്ക് തുറന്നു നൽകിയാണമേ തമ്പുരാനെ. എല്ലാ ലോകത്ത് വരാൻ പോകുന്ന പ്രയാസങ്ങൾ നിന്നും ഇനി പരലോകത്ത് വരാൻ പോകുന്ന പ്രയാസങ്ങളിൽ നിന്നും അവരുടെ ജീവിതത്തിൽ നിന്നും ജീവിതത്തെ വിചാരണ ദിവസങ്ങളിലൊക്കെ തന്നെ തുറവി നൽകിക്കൊണ്ട് എൻ്റെ ജന്നാത്തുകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന എൻ്റെ ഇഷ്ടപ്പെട്ട അന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് തമ്പുരാനെ. വിശുദ്ധത്തോട് വായിച്ച് പഠിച്ചുകൊണ്ട് തൃശ്ശൂറായ നിസ്വവാസം പഠിച്ചു പറഞ്ഞു നിസ്വാസം പിൻപറ്റി ജീവിച്ച് മരിക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ തമ്പുരാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.